ഇത് കാണണം. ഒട്ടും സുഖകരമല്ലാത്ത സങ്കടകരമായ വളരെ വിഷമം ഉണ്ടാക്കുന്ന ഒരു കരച്ചിലാണ്. ആ കരയുന്ന ആളുകളെല്ലാം ഇന്ന് രാത്രി എവിടെ കിടന്നുറങ്ങുമെന്ന് എനിക്ക് വെളിപ്പെടുത്തൊന്നുമില്ല. അവിടുത്തെ പഞ്ചായത്ത് അധികൃതർ അവർക്ക് വേറെ വാടക വീട് കൊടുക്കാമെന്നോ മറ്റൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് കേൾക്കുന്നു. ഇതൊക്കെ കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ എനിക്ക് ഒരു കാര്യം പറയാൻ സാധിക്കും. നമ്മുടെ പിണറായി വിജയനില്ലേ, നമ്മുടെ പഴയ മുഖ്യമന്ത്രി പിണറായി വിജയൻ സാർ, അദ്ദേഹം രക്ഷപ്പെട്ടതാണ് കേട്ടോ. അദ്ദേഹം രക്ഷപ്പെട്ടതാണ്. ആരുടെ കയ്യിൽ നിന്ന്? ജനങ്ങളുടെ കയ്യിൽ നിന്നല്ല. അദ്ദേഹം രക്ഷപ്പെട്ടത് ഇവിടുത്തെ മാധ്യമങ്ങളുടെ കയ്യിൽ നിന്നാണ്. നോക്കൂ, ഏതെങ്കിലും മാധ്യമത്തിൽ നോക്കൂ, ഇവർ അധികാരത്തിൽ വരുന്നതിന് മുമ്പ്, കോൺഗ്രസ്സുകാർ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് ഇടിച്ചു പൊളിക്കൽ തുടങ്ങി എന്ന് പറയുന്ന വർത്തമാനം നിങ്ങൾ കേട്ടായിരുന്നോ? അയ്യോ, ഒരു മിനിറ്റ്, ഞാൻ പറയാൻ വിട്ടുപോയി. നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവില്ല. ഇവർ എന്തിനാണ് കരയുന്നതെന്ന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. എനിക്കറിയാം, ഇടുക്കി പൂപ്പാറയില് ഒരു നദിയുണ്ട്, പന്നിയാറുപുഴ. ആ ഒരു പുഴയുടെ തീരത്ത് ഒരുപാട് ആളുകൾ, തമിഴരും മലയാളികളായിട്ടുള്ള ഒരുപാട് ആളുകൾ അവിടെ കെട്ടിടങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. കെട്ടിടം ഉണ്ടാക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ 1-2 ദിവസം കൊണ്ട് സ്വപ്നം പോലെ ഉണ്ടാകുന്ന സാധനമൊന്നുമല്ല. വർഷങ്ങളുടെ കഷ്ടപ്പാടുകൾ കൊണ്ടാണ്. 24ഓളം വീടുകളുണ്ട്. ബാക്കിയുള്ളതെല്ലാം അവിടുത്തെ ബിസിനസ്, അവരുടെ കച്ചവടത്തിന്റെ കെട്ടിടങ്ങളാണ്. ആ കെട്ടിടങ്ങളെല്ലാം അനധികൃതമായ സ്ഥലത്താണ് നിർമ്മിച്ചിരിക്കുന്നത്. അതെല്ലാം പൊളിച്ചു കളയണമെന്ന് പറഞ്ഞിട്ട് പഞ്ചായത്ത് നോട്ടീസ് കൊടുക്കുന്നു. അവർ സമ്മതിക്കുന്നില്ല, കേസാകുന്നു. അവസാനം ഹൈക്കോടതിയിൽ നിന്ന് ഉത്തരവ് വരുന്നു, അത് പൊളിച്ചു കളയാം. ആ പൊളിച്ചു കളയാം അതിന് മുമ്പായിട്ട് അവർക്ക് ഇൻഫർമേഷൻ കൊടുക്കണം. അങ്ങനെ 3-4 തവണ അവർക്ക് നിങ്ങൾ ഇവിടുന്ന് മാറി പോകണമെന്നും മാറി താമസിക്കണമെന്നൊക്കെ അവരോട് പറഞ്ഞിട്ടുണ്ട്. എനിക്കറിയാത്തതേ, മാറി താമസിക്കാൻ ആൾറെഡി അവർക്ക് വേറെ സ്ഥലം ഉണ്ടായിരുന്നെങ്കിൽ അവർ ഈ സ്ഥലത്ത് വീട് വെക്കുമോ? ഇത് ഗവൺമെന്റിനോട് കൂടിയുള്ള ചോദ്യമാണ്. ഇനി പിണറായി വിജയൻ എങ്ങനെ രക്ഷപ്പെട്ടെന്ന് പറഞ്ഞേക്കാം. അവിടെ വയനാട് വീട് കൊടുക്കുകയും ഇതാ ഇടുക്കിയിലെ പാവപ്പെട്ടവരുടെ വീട് തകർക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ഇന്ന് വാർത്ത വരേണ്ടതായിരുന്നു. പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരുന്നുവെങ്കിൽ ഇന്ന് അങ്ങനത്തെ ഒരു വാർത്ത വരേണ്ടതായിരുന്നു മാധ്യമങ്ങളിൽ മുഴുവൻ. ഒരു മാധ്യമങ്ങളും ഇത് വലിയ കാര്യമായിട്ടൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. റിപ്പോർട്ട് ചെയ്ത കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാം. ഒപ്പം തന്നെ ഒരു സാധാരണക്കാരൻ നിലയ്ക്ക്, ഒരു സാധാരണ മനുഷ്യൻ നിലയ്ക്ക് എൻ്റെ മനസ്സിലുണ്ടായ കുറെ കൺഫ്യൂഷൻസ്, ഡൗട്ടുകൾ, വേദനകൾ കൂടി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ആ അവരുടെ കാര്യങ്ങൾ എന്താണെന്ന് കാണാം. നോക്കൂ. ഈ താഴത്ത് നിങ്ങൾ കാണുന്നത് പൊളിച്ചു മാറ്റപ്പെട്ട ഇവരെ വീടുകളും മറ്റുമാണ്. ബുൾഡോസർ കൊണ്ട് പൊളിക്കപ്പെടുന്ന അവരുടെ വീടുകളും മറ്റും സ്വപ്നമാണ്. അവർ ഇന്നലെ വരെ കിടന്നുറങ്ങിയ സ്ഥലമാണ് ആ പൊളിക്കുന്നത്. അല്ല, നമ്മുടെ ഗവൺമെന്റ് ഉൾക്കുന്ന ഒരു ഉത്തരവാദിത്വമില്ലേ? സാധാരണത്തെ ആളുകളുടെ കാര്യങ്ങളിൽ ഒരു വേദനയും നമ്മൾ ആർക്കുമില്ല. ഇത് കാണുമ്പോൾ നമുക്കൊക്കെ വിഷമം തോന്നുന്നുണ്ടല്ലോ. നോക്കൂ, നമ്മളടക്കം താമസിക്കുന്ന ഒരു വീട് ഇത് അനധികൃത സ്ഥലമാണ്. കഴിഞ്ഞ എത്രയോ വർഷമായിട്ട് ജീവിച്ചു സ്ഥലം. ഒരു ദിവസം ബുൾഡോസർ കൊണ്ടുവന്നിട്ട് തകർക്കുമ്പോൾ നമ്മളുടെ അതുവരെ കിടന്നുറങ്ങിയിരുന്ന സ്ഥലം, നമ്മൾ ഭക്ഷണം കഴിച്ചിരുന്ന, നമ്മൾ കളിച്ചിരുന്ന സ്ഥലങ്ങൾ, TV കണ്ടിരുന്ന സ്ഥലങ്ങൾ, അങ്ങനെ ഒരുപാട് ഓർമ്മകൾ, സ്വപ്നങ്ങൾ ബാക്കി വെച്ച സ്ഥലമാണ് തകർക്കപ്പെടുന്നത്. കരഞ്ഞു പോകും, ആരായാലും കരഞ്ഞു പോകും. ഇനി നോക്കൂ, ഇതിന്റെ താഴത്ത് ചില ആളുകളൊക്കെ ഭയങ്കരമായിട്ട് എഴുതുന്നുണ്ട്, ഇതാ പിണറായി വിജയൻ അധികാരത്തിൽ നിന്ന് പോയി, മറ്റവന്മാരെ അധികാരത്തിലേക്ക് കയറിയിട്ടില്ല, അതിനു മുമ്പേ പൊളിക്കൽ തുടങ്ങി എന്നൊക്കെ പറയുന്നുണ്ട്. അത്തരം പറച്ചിലൊന്നും ശരിയല്ല. ഇതൊരു തരത്തിലും VD സതീശനെ അറിഞ്ഞിട്ടോ മറ്റൊന്നുമില്ല. അവർക്ക് മുൻകൂട്ടി ഇത്തരം ഇൻഫോർമേഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുമായി ബന്ധപ്പെട്ട് ഞാൻ അതിങ്ങനെ അന്വേഷിക്കുകയായിരുന്നു. അപ്പോൾ ഇങ്ങനത്തെ ഒരു സംഗതി എൻ്റെ മുമ്പിലേക്ക് കിട്ടിയേ. അന്ന് തന്നെ 29 കുടുംബങ്ങളോടും ഒഴിഞ്ഞു പോകണം, അല്ലെങ്കിൽ മറ്റെവിടേക്കെങ്കിലും താമസം മാറണമെന്ന് പറഞ്ഞതാണ്. പക്ഷെ ഇതുവരെയും അവർ മാറാൻ തയ്യാറായിട്ടില്ല. പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും പലതവണ ഇവർക്ക് നോട്ടീസ് നൽകിയതാണ്. പക്ഷെ ഇതിൽ 10 കുടുംബങ്ങൾ പറയുന്നത് ഞങ്ങൾക്ക് പോകാൻ മറ്റിടമില്ല എന്നുള്ളതാണ്. ഏതായാലും ഇന്നലെയും ഈ ഒഴിപ്പിക്കുന്നതിനായി ഉദ്യോഗസ്ഥർ കണ്ടില്ലേ, അതിലത്തെ 10 കുടുംബങ്ങൾ പറഞ്ഞു കഴിഞ്ഞു ഞങ്ങൾക്ക് പോകാൻ വേറെ ഇടമില്ല. ഇപ്പോൾ ഒരു പാർട്ടി ഇല്ലാത്തതുകൊണ്ട്, അധികാരത്തിൽ ഇല്ലാത്തതുകൊണ്ട് ആരും ഇതിനെ പറ്റി ചോദിക്കാനില്ല.
എലക്ഷന് ഇതിന് ശേഷമല്ലല്ലോ നടക്കാനുള്ളത്, അതുകൊണ്ട് ആരും ഇടപെടുന്നില്ല. അല്ലെങ്കിൽ ആ 10 കുടുംബങ്ങൾക്ക് വീട് വെച്ച് കൊടുക്കില്ലെങ്കിലും ഞങ്ങൾ വീട് വെച്ച് തരാമെന്ന് പറഞ്ഞ് ചില കനകോലുമാർ അവിടേക്ക് എത്തുമായിരുന്നു. അല്ലെങ്കിൽ ആ 10 കുടുംബങ്ങളുടെ വീട് ഞങ്ങൾ വെച്ചു കൊടുക്കാന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്കാർ അവിടേക്ക് എത്തുമായിരുന്നു. അവരെ നിർഭാഗ്യമാണ്, അവരുടെ നിർഭാഗ്യം മാത്രമാണ്. ആരും അവിടേക്ക് എത്തിയിട്ടില്ല. കരച്ചിലുകൾ മാത്രമായിട്ട് ഇന്ന് അവർ അവശേഷിക്കും. ഇന്ന് രാത്രി രാത്രി ആയിക്കൊണ്ടിരിക്കുകയാണ്, ഇരുട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. കൈക്കുഞ്ഞുങ്ങളുണ്ട്, അവരെവിടെ പോകും? ഇന്ന് രാത്രി അവരെവിടെ കിടന്നുറങ്ങും? ആ കുഞ്ഞുങ്ങളെ കരച്ചിലൊക്കെ നിങ്ങൾ കണ്ടതല്ലേ? എന്തൊരു വിഷമം ഉണ്ടാക്കുന്ന സംഗതികളിലൂടെയാണ് നമ്മൾ പോകുന്നത്. ഒരു എന്താ പറയുക, എന്തൊക്കെ തന്നെ നീതിന്യായ വ്യവസ്ഥയിലേക്ക് കണ്ണും കാതും ഒക്കെ ഇല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ടു. അപ്പോഴാണ് എൻ്റെ മുമ്പിലേക്ക് വേറൊരു സംഗതി കൂടി, ഒരു ന്യൂസ് കൂടി എൻ്റെ മുമ്പിലേക്ക് കിട്ടിയത്. അതൊന്ന് കേൾക്കണേ. ദേവികുളം സബ് കളക്ടർ നമ്മുടെ കൂടെ ചേരുന്നുണ്ട്. മാഡം, ഇവർക്ക് ഒഴിഞ്ഞു പോകാനുള്ളൊരു സാവകാശമൊക്കെ നൽകിയിരുന്നു, അത് ഉണ്ടാകാത്തതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു നടപടിയിലേക്ക് കടന്നത് അല്ലേ? നമ്മൾ ഫെബ്രുവരി 21, 2026 അതോടൊപ്പം തന്നെ ഈ കഴിഞ്ഞ മെയ് 1 നമ്മൾ നോട്ടീസുകൾ കൊടുത്തിരുന്നതാണ്. ഫെബ്രുവരി 21 ഒരു 30 ദിവസത്തെ കാലാവധി വെച്ചാണ് നമ്മൾ നോട്ടീസ് കൊടുത്തത്. മെയ് 1 ഉടനെ തന്നെ മാറണമെന്ന് പറഞ്ഞ് നോട്ടീസ് സെർവ്ഡ് ആണ്. അപ്പോൾ നമുക്ക് ഇനിയും നീട്ടിക്കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മൾ ആവശ്യത്തിന് നോട്ടീസ് സെർവ് ചെയ്തിട്ടുണ്ട്. ഹൈക്കോടതിയുടെ സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നും സർക്കാരിന് അല്ലെങ്കിൽ റവന്യൂ വകുപ്പിന് അനുകൂലമായിട്ടുള്ള ഒരു വിധിയാണ് ഉണ്ടായതല്ലേ? അതെ, ഹൈക്കോടതിയിൽ ആദ്യം അനുകൂലമായിട്ടുള്ള വിധി ഉണ്ടായി. സുപ്രീം കോടതി അത് ഹൈക്കോടതിയുടെ വിധിയിലേക്ക് കടക്കുന്നില്ല, അത് ശരി സത്യത്തിൽ അംഗീകരിച്ചിട്ടാണ് പോയിരിക്കുന്നത്. അതായത് 2007 മൂന്നാർ കയ്യേറ്റം ഒഴിപ്പിക്കും നമ്മളെല്ലാവരും കണ്ട, അതിനുശേഷം ജില്ലയിൽ നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒഴിപ്പിക്കൽ കൂടിയല്ലേ ഇത്? ഇത് നമ്മുടെ ഒരു പുഴ പുറമ്പോക്ക് കയ്യേറ്റമാണ്, വ്യാപകമായിട്ടുള്ള ഒരു കയ്യേറ്റമാണ്, നമ്മൾ കണ്ടതാണ്. ഈ പുഴയുടെ ഒഴുക്കിനെ സാരമായി ബാധിക്കുന്നുണ്ട്. അത് മാത്രമല്ല ഒരു ദുരന്ത നിവാരണം എന്നുള്ള നിലയിലാണ് നമ്മൾ കാണുന്നത്. കാരണം ഡാമിന്റെ അവിടെ പുഴയുടെ ഒഴുക്കിനെ സാരമായിട്ട് ബാധിക്കുന്നുണ്ട്. ഒരു വമ്പൻ കയ്യേറ്റമാണ്. എന്തല്ലേ ഇത്! കയ്യേറ്റത്തിൻ്റെ ഒപ്പം തന്നെ അവിടുത്തെ റിസോർട്ടുകൾ എത്രത്തോളം കാടുകൾ കയ്യേറിയിട്ടുണ്ട്, അവിടുത്തെ ഏതൊക്കെ റിസോർട്ടുകൾ പുഴ കയ്യേറിയിട്ടുണ്ട്, ഏതൊക്കെ വമ്പൻ കെട്ടിടങ്ങൾ ഇങ്ങനെ പ്രദേശങ്ങൾക്ക് മുഴുവൻ കയ്യേറിയിട്ടുണ്ട്, ഇതൊക്കെ അന്വേഷിക്കേണ്ടതല്ലേ? അറ്റ്ലീസ്റ്റ് ഇവിടുത്തെ മാധ്യമങ്ങൾ അറ്റ്ലീസ്റ്റ് അത് അന്വേഷിക്കേണ്ടതല്ലേ? ഈ ഒരു പാവങ്ങൾ ഒന്ന് കിടന്നുറങ്ങാൻ, വൈകുന്നേരം ജോലി കഴിഞ്ഞ് വന്നൊന്ന് കിടന്നുറങ്ങാൻ വേറെ സ്ഥലമില്ലാത്തതുകൊണ്ട് അതിൻ്റെ കരയിൽ വീട് വെച്ച് പോയെന്നേ, വേറെ സ്ഥലമില്ല. അതുകൊണ്ടാണ് ഇവരാരും അതുകൊണ്ട് മണിമന്ദിരങ്ങളോ അല്ലെങ്കിൽ വലിയ വലിയ റോൾസ് റോയ്സ് കാറുകളോ വലിയ കെട്ടിടങ്ങളോ ധനങ്ങളോ ഒന്നും സമ്പാദിച്ചിട്ടില്ല. നോക്കൂ അവരെന്ത്. ബാക്കി കേൾക്കാം. ഷട്ടറുകൾ തുറക്കുമ്പോൾ ഇവിടെ വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. നമ്മളത് ഒഴിവാക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാന ലക്ഷ്യം. എന്തായാലും ദേവികുളം സബ് കളക്ടറാണ് നമ്മളോട് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്, ഷട്ടറൊക്കെ തുറക്കുമ്പോൾ അവിടെ വെള്ളം കയറുന്നു. അപ്പോൾ പിന്നെ അത്തരം ആളുകൾക്ക് വലിയ അപകടങ്ങൾ സംഭവിക്കും. അതിൻ്റെ കരയിൽ താമസിച്ച ആളുകൾ അപകടങ്ങൾ സംഭവിക്കും. ഇത് എത്ര വർഷമായില്ല അവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട്? എത്ര കാലമായിരിക്കും ഷട്ടറുകൾ തുറക്കാൻ തുടങ്ങിയിട്ട്? അന്നൊന്നും അപകടങ്ങൾ സംഭവിച്ചിട്ടില്ലേ? ശരി, അതുകൂടി നമുക്ക് നമുക്ക് വിലക്കെടുക്കേണ്ടി വരുന്നു കേട്ടോ. അങ്ങനെയാണ് എങ്കിൽ ഇതൊക്കെ മുൻകൂട്ടി അറിയുകയും ഇവരോട് പറയുകയും ഈ വീടില്ലാത്ത ആളുകൾക്ക് വീട് കൊടുക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ രാഷ്ട്രീയ പാർട്ടിക്കാർ, അവിടുത്തെ ജനപ്രതിനിധികൾ ആ ഒരു 10ഓളം കുടുംബങ്ങളെ കാണുകയും അവർക്ക് സുഖമായി താമസിക്കാൻ പറ്റാവുന്ന വേറെ സ്ഥലങ്ങൾ കാണിച്ചു കൊടുക്കുകയും അതിന് പട്ടയം വാങ്ങിച്ചു കൊടുക്കുകയും അതിൽ വീട് വെക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുകയും എന്തൊക്കെ ചെയ്യാനുണ്ട്. എന്തിനാണ് ആ നാട്ടിലത്തെ രാഷ്ട്രീയ പാർട്ടികൾ, എന്തിനാണ് ആ നാട്ടിലത്തെ രാഷ്ട്രീയം? ചില ആളുകളൊക്കെ പറഞ്ഞു അത് തമിഴരാണ്, അതുകൊണ്ട് മനുഷ്യരല്ലേ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ചിലപ്പോഴൊക്കെ ഇങ്ങനെയാണ്, എനിക്കൊന്നും മനസ്സിലാവാറില്ല. പക്ഷെ ഈ കരച്ചിലുണ്ടല്ലോ, അത് ഭീകരമാണ്.